അടുത്തത് ഒരു വാക്യം കൂടെ വായിക്കാം, 9-ഉം 10-ഉം. ഏത് മനുഷ്യനാ ധരിച്ചിരിക്കുന്നത്? ഹലോ, നമ്മളെയൊക്കെ ഒന്ന് നോക്കിയിട്ട് പറഞ്ഞ ഏത് മനുഷ്യനാ ധരിച്ചിരിക്കുന്നത്? വായിക്കും, നമ്മളൊന്ന് വായിച്ച് എല്ലാവർക്കും മനസ്സിലായില്ല, എല്ലാവരും എന്നെ തുറച്ചു നോക്കുന്നു. ആ, ഇത് കേട്ടോ, എന്ത് ചെയ്ത് പറഞ്ഞാൽ എല്ലാം ചേർന്നോ? പഴയ മനുഷ്യനെ പ്രവൃത്തികളോടുകൂടെ എന്ത് ചെയ്തു? ഉരുകിട്ടെന്നാണ് പറഞ്ഞത്. അടുക്കാത്ത വിധത്തിൽ യേശു ക്രിസ്തുവിന്റെ രക്തത്താൽ അതിനെ എറിഞ്ഞു കളഞ്ഞു. ഇനി അടുത്ത് വരാവോ? വരണോ? വന്നിട്ടുണ്ടോ? അത് ചോദിക്കരുത് ക്ലാസ്. ഇടക്കിടക്കൊക്കെ ഇങ്ങനെ കയറി വരും. ഈ കടലിലേക്കൊക്കെ ഒരു കുപ്പി എറിഞ്ഞു കളഞ്ഞാൽ ഓളമടിച്ച് കയറി വരുന്ന പോലെയാ ചിലരുടെയൊക്കെ കാര്യങ്ങള്. കളഞ്ഞതെല്ലാം വെള്ളം വലിച്ചോണ്ട് വരുന്ന പോലെ വന്നുകൊണ്ടിരിക്കുന്നത്. നമുക്ക് പഴയ മനുഷ്യനെ ധരിക്കണം എന്ന താല്പര്യം ഒരിക്കലും ഉണ്ടാകാൻ പാടില്ല. മനസ്സിലായില്ല നിങ്ങൾക്ക്? കാരണം എന്താണെന്നറിയാവോ? നമ്മുടെ ഈ ശരീരത്തിന്റെ വീണ്ടെടുപ്പ്, മനസ്സിന്റെ വീണ്ടെടുപ്പ് നടക്കാത്തിടത്തോളം കാലം ഇതിന് എന്നോടൊരു ആകർഷണമുണ്ട്. ഇവിടെ ഒന്ന് ശരിക്കും ചിന്തിച്ചോണേ. എനിക്ക് അതിനോടുള്ള ആകർഷണമല്ല, മറിച്ച് ഈ ഉരിഞ്ഞു കളഞ്ഞ വസ്തുക്കൾക്ക്, ഉരിഞ്ഞു കളഞ്ഞ കാരണങ്ങൾക്ക് എന്നോടൊരു അട്രാക്ഷൻ ഉണ്ട്. അതുകൊണ്ടാണ് പൗലോസ് പറയുന്നത്, ഞാൻ അറിയാത്ത തിന്മയത്ര എന്നിൽ എനിക്ക് ചെയ്യണം എന്ന് തോന്നിയത് കൊണ്ടല്ല, ചെയ്യരുത് എന്ന് തോന്നിയിട്ടും ചെയ്യുന്ന എന്ന് പറയുന്ന ഒരു പ്രമാണം എന്നിലേക്ക് അടുത്തു വരുന്നുണ്ട്. മനസ്സിലാവുന്നുണ്ടോ? അപ്പൊ നമ്മൾ എന്തോ ചെയ്യണമെന്നാ പറഞ്ഞ? ഇങ്ങനെ അടുത്തു വരാൻ നമ്മളിങ്ങനെ മാടി വിളിക്കുമ്പോ ആ ചേട്ടാ വന്നോ എന്ന് പറയാനാണോ പറഞ്ഞേ? അങ്ങനെയാണോ? ഈ യാക്കോബിന്റെ ലേഖനത്തിൽ ഒരു വാക്യമുണ്ട്, ഇതിനോട് എന്ത് ചെയ്യണം? 4-ാമത്തെ 7-ാം വാക്യം വീട്ടിൽ പോയി വായിച്ചാൽ എന്ത് ചെയ്യണം? വായിച്ചിട്ടുണ്ടോ? ആരും വായിച്ചിട്ടില്ലേ? ആകയാൽ ദൈവത്തിന് എപ്പോ ഓർത്തു വന്നു എന്ത് ചെയ്യണം? കീഴടങ്ങണം. എന്നിട്ട് പറഞ്ഞാട്ടെ എന്ത് ചെയ്യണം? അടുത്ത് വരുവാൻ നോക്കുന്ന ഈ പഴയ മനുഷ്യനോട് എന്ത് ചെയ്യണം? അതിനുള്ള ശക്തി നമുക്കകത്ത് ദൈവം തന്നിട്ടുണ്ട്. അതാ പരിശുദ്ധാത്മാവിന്റെ ഗുണം. ഹലോ, നമുക്ക് പറ്റാത്ത പലതിനെയും നമ്മുടെ ഉള്ളിൽ നിന്നുകൊണ്ട് ചെയ്യിക്കുവാൻ നമ്മൾ പോലും അറിയാതെ വ്യാപരിക്കുന്ന ഒരു ദൈവത്തിന്റെ ആത്മാവിന്റെ ബലമുണ്ട്. ആ ബലം കൊണ്ട് ഈ ശരീരത്തിന്റെ എല്ലാ കാര്യത്തെയും ഞാൻ മരിപ്പിക്കും. മരിച്ചതിന് ശേഷം എങ്ങനെയാ? നമ്മെ സൃഷ്ടിച്ചതായ ദൈവത്തിന്റെ പ്രതിമ പ്രകാരമുള്ള പരിജ്ഞാനമുള്ള ശ്രദ്ധിച്ച എന്തൊക്കെയാ? ഒന്നുകൂടി വായിച്ചു പോലെ. സൃഷ്ടിച്ച ദൈവത്തിന്റെ എന്നുള്ള പ്രതിമയുള്ള. ശ്രദ്ധിച്ച നമ്മൾ നോക്കുമ്പോ എന്ത് കാണണം? നമ്മളെ സൃഷ്ടിച്ച ദൈവത്തിന്റെ പ്രതിമ എന്ന് പറഞ്ഞാൽ ആ ദൈവം വിശുദ്ധനായ ദൈവം. ആ പ്രതിമയുള്ള അടുത്ത് പരിജ്ഞാനം എന്ന് പറഞ്ഞ പരിജ്ഞാനക്കേട് മാറിയവർ. അടുത്തത് പുതുക്കാനുള്ളത്. അങ്ങനെയുള്ള പുതുമനുഷ്യ പറഞ്ഞ പുതിയ മനുഷ്യനെ ധരിച്ചവരാകെ കൊണ്ട്. അപ്പൊ നമ്മൾ ആരെയും ധരിച്ചിരിക്കുന്നത്? പുതിയ മനുഷ്യൻ. പുതിയ മനുഷ്യന്റെ ക്യാരക്ടർ എന്താ? പ്രതിമ. നിങ്ങൾ ചേർത്ത് പറ. പ്രതിമ, പരിജ്ഞാനം. നമുക്കൊക്കെ പരിജ്ഞാനങ്ങൾ ഒത്തിരി ഉണ്ടല്ലേ? അത് പാടില്ലെന്നേ. സഭയിൽ വരുന്നതിന്
ഹല്ലേലൂയ. ഇരിപ്പിന്, നടപ്പിന്, എഴുന്നേൽപ്പിന്, വരുന്ന സമയത്തിന് എല്ലാത്തിനും ഒരു പരിജ്ഞാനം ഉണ്ടാകണമെന്ന്. കാരണം പുതു മനുഷ്യനെ ധരിച്ചിരിക്കുന്നവരാ. അന്ന് പറയാൻ സമയമില്ല, പെട്ടെന്ന് 3 കാര്യങ്ങൾ. എന്താ ക്യാരക്ടർ? പ്രതിമ. പ്രതിമ എന്ന് പറഞ്ഞാൽ ദൈവത്തിന്റെ പ്രതിമ ആണെങ്കിൽ ദൈവത്തിന്റെ വിശുദ്ധി കണ്ടാൽ മതി. ഒരിക്കലും ഒരു അശുദ്ധിയും ചെയ്യാത്ത ഒരൊറ്റ വ്യക്തി ലോകത്തിലുള്ള ആരാ? നമ്മുടെ ദൈവം. അതുകൊണ്ടാണ് പത്രോസും പറയുന്നത്, ആ ദൈവത്തെ പോലെ നിങ്ങൾ വിശുദ്ധരായ മതി. അങ്ങനെയല്ലേ പറയുന്നത്? 1 15 വാക്യം. ആകയാൽ ദൈവം വിശുദ്ധനാകൊണ്ട് നമ്മളും നിങ്ങളും വിശുദ്ധരാകുവിൻ. ആ വിശുദ്ധി നേടാനാണ് യേശു വന്നത്. അപ്പൊ യേശു അകത്ത് കയറിയപ്പം ഈ പ്രതിമ ലഭിച്ചു. ആമേൻ. മനസ്സിലാവുന്നുണ്ടോ? ഈ യേശു എന്നിൽ വന്നപ്പോൾ ഈ വിശുദ്ധി അകത്ത് കയറി. ഈ യേശു എന്നിൽ വന്നപ്പോൾ പരിജ്ഞാനം കയറി. ഈ യേശു എന്നിൽ വന്നപ്പോൾ ഇതിനകത്ത് പറയുന്ന സർവ്വതും നമ്മളിൽ കയറി. നമ്മൾ പുതുക്കം പ്രാപിച്ചു. ഈ 5 കാര്യം ഒന്ന് ചേർന്ന് പറയാം നമുക്ക്. ഈ 5 കാര്യം ഉള്ളത് കൊണ്ട് 3 കാര്യങ്ങളിൽ കൺസിസ്റ്റൻസി ഉണ്ടാകണമെന്നാണ് ഞാൻ പഠിപ്പിച്ചു വന്നത്. ഈ 5 കാര്യങ്ങൾ എന്താണ് പറഞ്ഞാല്? ഉയർത്തെഴുന്നേറ്റവരാകൊണ്ട്, ചേർന്ന് പറ. ഉയർത്തെഴുന്നേറ്റവരാകൊണ്ട്, ഉയരത്തിലെ അന്വേഷിക്കുന്നവരും ചിന്തിക്കുന്നവരും ആകൊണ്ട്, ജീവൻ ക്രിസ്തുവിൽ ദൈവത്തിൽ മറഞ്ഞിരിക്കുന്നത് കൊണ്ട്, യേശു വരുമെന്നുള്ള പ്രത്യാശയിൽ, ഞാൻ പോകുമെന്നുള്ള പ്രത്യാശയിൽ ജീവിക്കുന്നവരാകൊണ്ട്, അടുത്തത് ഞാൻ പുതുക്കത്തിലുള്ള മനുഷ്യനെ, ദൈവ രൂപമുള്ള, പരിജ്ഞാനമുള്ള, പുതുക്കമുള്ള പുതു മനുഷ്യനെ ധരിച്ചിരിക്കുന്നവരാകൊണ്ട്, ഈ പറയപ്പെട്ട ഇനി 12 വാക്യം വായിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും. അതുകൊണ്ടെന്ന് പറയുമ്പോ ഈ 5 കാര്യം അവിടെ വരണം. വീട്ടിൽ പോയിട്ട് എഴുതിയെടുത്ത് വായിക്കണം. എന്നിട്ട് ഈ 5 കാര്യം എഴുതി വെച്ചിട്ട് ഇത് കൊണ്ട് എന്ത് ചെയ്യണം? അതുകൊണ്ടാണ് ഞാൻ ഈ ലോകത്തിൽ മറ്റുള്ളവരെ പോലെ ജീവിക്കാത്തത്. അല്ലേ? കാരണം എന്നെ തിരഞ്ഞെടുപ്പ് വേറെ. അന്ധകാരത്തിൽ നിന്ന് അത്ഭുത പ്രകാശത്തിലേക്ക് എന്നെ തിരഞ്ഞെടുത്തത് അന്ധകാരത്തിൽ ജീവിപ്പാനല്ലെന്ന്. മരണം വരെയും ആ തിരഞ്ഞെടുപ്പിൽ നിൽക്കണം. അടുത്തത് മരണം വരെയും അതേ വിശുദ്ധി സൂക്ഷിക്കണം. മരണം വരെയും ദൈവത്തിന് പ്രിയനാകണം. ഞാനിവിടെ നടത്തുക, സമയം പോയി. കർത്താവിന്റെ ദൈവമെങ്കിൽ അടുത്ത പ്രാവശ്യം വരുന്ന സമയത്ത് ബാക്കി അടുത്ത പറയുന്നത് എന്താ? താഴെ വായിച്ചു ഒറ്റ കവിവാദം പോലെ പറഞ്ഞു നടത്താം. ഇങ്ങനെ 3 പദവിയുള്ളവര് 5 കാര്യങ്ങളാൽ 3 പദവിയിൽ കൺസിസ്റ്റൻസി ഉള്ളവരായ നമ്മളിൽ മനസ്സലിവ് ഉണ്ടാകണം. പറഞ്ഞാലേ മനസ്സലിവ് വേണം. ഇങ്ങോട്ട് നോക്കിയേ, എന്ത് വേണം? എന്താ മനസ്സലിവ്? ഒരു 2 മിനിറ്റ്. എന്ത് വേണം? മനസ്സലിവ് എന്നു പറഞ്ഞ നിങ്ങൾ ഈ നല്ല ശമരിയക്കാരന്റെ ഉപമ വായിച്ചിട്ടുണ്ടോ? അവിടെയാണ് മനസ്സലിവ് കാണുന്നത്. നമുക്കില്ലാത്തതും അവിടെ ഉള്ളതും. ഈ യെരൂശലേമിൽ നിന്ന് യെരിഹോവിലേക്ക് വരുന്ന ഒരുത്തൻ ആരാ? വിശ്വാസി എന്ന് വേണം. യെരൂശലേം ദൈവത്തിന്റെ ഭവനം. അവിടെ നിന്ന് താഴേക്ക് യെരിഹോവിലേക്ക് പോകുന്ന വഴിക്ക് കള്ളന്മാരാൽ പിടിക്കപ്പെട്ടു. അല്ലെ? പിടിക്കപ്പെട്ടു കഴിഞ്ഞപ്പോ 2 സഭാ നേതാക്കന്മാർ, ഞങ്ങളെ പോലുള്ള 2 പാസ്റ്റേഴ്സും നിങ്ങളെ പോലുള്ള ഒരു വിശ്വാസിയും, നിങ്ങളെ പറഞ്ഞ കുഴപ്പമൊന്നുമില്ലല്ലോ, ഒരു ലേവ്യനും ഒരു പുരോഹിതനും എന്നല്ലേ, 2 കണ്ടിട്ട് അവനവിടെ കിടക്കട്ടെ അല്ലേ? അങ്ങനെയല്ലേ പറഞ്ഞത്? നിങ്ങൾ വായിച്ചിട്ടില്ലേ? നല്ല ശമരിയക്കാരന്റെ ഉപമ വായിച്ചിട്ടുണ്ടോ? ഇല്ലെങ്കിൽ ഇന്ന് രാത്രി വീട്ടിൽ പോയി വായിച്ചിട്ട് മാനസാന്തരപ്പെടണം. എന്താ പറയുന്നത്? പുരോഹിതനും ലേവ്യനും കണ്ട് മുറിവ് പറ്റി കിടക്കുന്നു. അബദ്ധത്താൽ വീണവനാ, കള്ളന്മാരെ പിടിക്കപ്പെട്ടവനാ. അവൻ അവിടെ കിടക്കട്ടെ, ഞാൻ ആരാധനയ്ക്ക് പോകും. എല്ലാം പറയാൻ സമയമില്ല. അടുത്തൊരു കാര്യം കൂടെ. പക്ഷെ ഒരു ശത്രു ആരാ? ശമര്യൻ. അന്ന് യഹൂദനും ശമര്യൻ തമ്മിൽ വഴക്കിന്റെ അങ്ങേ അറ്റവ. പരസ്പരം തൊടാൻ പോലും പറ്റത്തില്ല, അവരുടെ വഴിക്ക് പോലും പോകത്തില്ല. അങ്ങനെയുള്ള ഒരു ശമര്യൻ വന്നിട്ട് തന്റെ കഴുതയിൽ നിന്ന് താഴെ ഇറങ്ങി അവനെ കണ്ട് മനസ്സലിഞ്ഞവൻ. അപ്പൊ മനസ്സലിവ് എവിടെ കാണിക്കണം? പറഞ്ഞേ.
സ്നേഹമുള്ളവരുടെ അടുത്ത് മാത്രം കാണിക്കുന്ന സാധനമല്ല മനസ്സലിവ്. പിന്നെ ആരെ കാണിക്കണം? മനസ്സിലാവുന്നുണ്ടോ ഞാൻ പറഞ്ഞു വരുന്നത്? ഇനി നിങ്ങൾക്ക് ഐഡിയ കിട്ടിയില്ലേ? അങ്ങനെ ആയിരിക്കണം ഈ തെരഞ്ഞെടുക്കപ്പെട്ടവർ. രണ്ട്, അടുത്തത് ദയ, അത് കഴിഞ്ഞിട്ട് താഴ്മ, അത് കഴിഞ്ഞിട്ട് സൗമ്യത, അത് കഴിഞ്ഞിട്ട് ദീർഘക്ഷമ. നിങ്ങൾ അങ്ങനെ പറയണം, ദീർഘക്ഷമ എന്ന് പറഞ്ഞാൽ ഒരു പ്രാവശ്യം ക്ഷമിച്ചാൽ പോലെ നീ അവനെ ക്ഷമിച്ച് ക്ഷമിച്ച് സഹിക്കണം. ഇതൊക്കെ പഠിപ്പിക്കാൻ പോയി കഴിഞ്ഞാലേ നമ്മുടെ ജീവിതം മാറും. കർത്താവ് എന്ന് വന്നാൽ ഇന്ന് പോകും നമ്മൾ. ഓത്രം. അടുത്തത് എന്ത് ചെയ്യണം പറഞ്ഞാട്ടെ? ഈ കാര്യങ്ങൾ എന്ത് ചെയ്യണം എന്ന് പറഞ്ഞ അമ്മമ്മേ ഊരിക്കളയരുത് കേട്ടോ. അയ്യോ, ഞാൻ ആദ്യ ദിവസം തന്നെ പറഞ്ഞു, വീട്ടിൽ പോയി വസ്ത്രം ഊരിക്കളഞ്ഞ് വേറെ കപ്പട ഇടുന്ന പോലെ ഈ പരിപാടിയൊന്നും ഇങ്ങനെയുള്ളവർക്ക് യോഗ്യമല്ല. ഒരിക്കൽ മനസ്സലിവ് ധരിച്ചാൽ, ഒരിക്കൽ ദയ ധരിച്ചാൽ, ഒരിക്കൽ താഴ്മ ധരിച്ചാൽ, ഒരിക്കൽ ദീർഘക്ഷമ ധരിച്ചാൽ, ഒരിക്കൽ സൗമ്യത ധരിച്ചാൽ, ഒരിക്കൽ സ്നേഹം ധരിച്ചാൽ, യേശു വരുന്നത് വരെയും ആ വസ്ത്രം ഊരല്ല. എന്നിട്ട് താഴേക്ക് വാഴപ്പെടുന്ന വായിച്ചു നടത്താം. എന്ത് ചെയ്യണം? ഇത് ധരിച്ചെങ്കിലേ എന്ത് പറ്റുള്ളൂ? ഇനി താഴേക്ക് അന്യന്യം പൊറുക്കുക എന്നുള്ളതിന് വേറൊരു അന്യന്യം വഹിക്കുക എന്നൊരു അർത്ഥം അവിടെ ഇംഗ്ലീഷ് കൊണ്ട് bear with one another. അന്യന്യം എന്ത് ചെയ്യണം? നല്ലതായാലും ചീത്തയായാലും കൂട്ടത്തിൽ കൊണ്ട് നടന്നോണം. ഹസ്ബൻഡും വൈഫും ഉള്ളതായിരുന്നെങ്കിൽ ഇച്ചിലൂടെ നന്നായിട്ട് നമുക്ക് ക്ലാസ് എടുക്കാറ്, എന്നാലും നമ്മളൊക്കെ ഗുണപ്പെട്ടെ. അടിച്ച് മൂക്ക് ശരിയല്ല, കാല് ശരിയല്ല, മുടി നന്നായില്ല, നിന്നെയൊക്കെ കല്യാണം കഴിച്ചത് അബദ്ധമായി പോയി, എന്റെ കുഞ്ഞെ സഹിക്ക്. ഓട്ടെ, നമ്മുടെ വിഷയം അതല്ലാത്തത് കൊണ്ട് ഞാൻ അങ്ങോട്ട് വരുന്നത്. എന്ത് ചെയ്യണം? ഇതെല്ലാം ധരിച്ചവർ, എന്നിട്ട് പരസ്പരം വഹിക്കുന്നവരും. ഇനി ഒരുവനോടൊരുവന് അപ്പൊ വഴക്കുണ്ടാവും. ഹലോ, വഴക്കുണ്ടാകത്തില്ലെന്നൊന്നും കള്ളം പറഞ്ഞേക്കുന്നത്. വഴക്കുണ്ടാവും. ഏത് ദൈവദാസനായാലും ഏത് ദൈവമക്കളായാലും എന്താവും? പിശാചുള്ള വഴക്കുണ്ടാവും. നിങ്ങൾ എന്റെ കുറിച്ച് പോകുന്നു, എന്റെ ദൈവമേ. എടാ, ഇത് സത്യമാണ്. പലരും പറയുന്നില്ല, ഞാൻ തുറന്നു പറയുന്നു, അത്രേ ഉള്ളൂ. വഴക്കുണ്ടെന്നേ. പക്ഷെ അവിടെ വേറൊരു കാര്യം എഴുതിയിട്ടുണ്ട്. ക്രിസ്തുവിലാണെങ്കിൽ വഴക്കുള്ളവൻ എന്ത് ചെയ്യണം? എന്ത് ചെയ്യണം? എങ്ങനെ ക്ഷമിക്കണം? അടുത്ത പദം. ഇത്ര കാര്യമുള്ളൂ. ഈ 6 കാര്യം, അല്ലെങ്കിൽ 6 കാര്യം അടുത്തൊരു കാര്യം 7-ാം വാക്യത്തിലുണ്ട്. 5 കാര്യം മുകളിലും 6-ാം കാര്യം താഴെയും. സകലത്തിനും മിത സ്നേഹം ധരിക്കണം. അപ്പൊ 6 കാര്യം ധരിച്ചിട്ട് പരസ്പരം വഹിക്കണം. പരസ്പരം എന്ത് ചെയ്യണം? വഴക്കുണ്ടായാൽ അല്ലേ? വഴക്കിട്ട് കിടന്നുറങ്ങാനാണോ പറഞ്ഞേ? അങ്ങനെയാണോ ബൈബിൾ പറഞ്ഞേ? പരസ്പരം വഴക്കുണ്ടായാൽ എന്ത് ചെയ്യണം? റിനി, ഞാൻ ഇന്ന് അച്ചാത്തനോട് മിണ്ടത്തില്ല, അല്ലെങ്കിൽ ഞാൻ ഇന്ന് റിനിയോട്. ഉദാഹരണം പറയാം, അവർ നല്ല മക്കളാട്ടോ, നോട്ട് ചെയ്യുന്ന പോകുന്നത്. ഒരു ഉദാഹരണം അവരെ കുറിച്ച് പറഞ്ഞാൽ നിങ്ങൾക്ക് വിഷമില്ല. നിങ്ങളെ കുറിച്ച് പറഞ്ഞാൽ പിന്നെ നിങ്ങൾ എല്ലാവരും എന്നെ വിടത്തില്ല. അതുകൊണ്ട് നിങ്ങളെല്ലാവരും നല്ല ആൾക്കാരാണ്. അതുകൊണ്ട് എന്ത് ചെയ്യണം? പരസ്പരം എന്തേലും സൗന്ദര്യപ്പെടാൻ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യണം? ദൈവവചനം പറയുന്നത് സൂര്യൻ അസ്തമിക്കുന്നതിന് മുന്നമേ. നമ്മുടെ അവധിക്കാലം അടുത്തുള്ളൂ, ഒരു ദിവസം പോലും ഇല്ല. രാവിലെ വണങ്ങിയാൽ 10 ദിവസം കഴിഞ്ഞിട്ട് ക്ഷമിക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദൈവം കാണുന്നുണ്ട്. അപ്പൊ എന്ത് ചെയ്യണം? പരസ്പരം യേശു നമ്മളോട് ക്ഷമിച്ചതുപോലെ ക്ഷമിക്കണം. എന്നിട്ട് താഴേക്ക് അപ്പോഴാണ് ഇത് വരത്തുള്ളൂ. എനിക്ക് സമാധാനമില്ല, കെട്ടിയ അന്ന് മുതൽ സമാധാനമില്ല, ജോലി കയറിയ സമാധാനം ഇല്ലാത്തത് നിങ്ങളുടെ കുഴപ്പമാണേ. കർത്താവ് പറഞ്ഞിട്ട്, ലോകം തരുന്ന സമാധാനമല്ല ഞാൻ നിങ്ങൾക്ക് തരുന്നത്, എന്റെ സമാധാനം ഞാൻ നിങ്ങൾക്ക് തന്നേച്ചു പോകുന്നു. അതിനർത്ഥം ലോകത്തിന്റെ സമാധാനം മിനിറ്റുകൾ കൊണ്ട് മാറുമ്പോൾ നിത്യതയിലെ സമാധാനം ഒരിക്കലും മാറാത്തതായി ദൈവസഭയിൽ വളരും. അപ്പൊ ആ സമാധാനം വാഴും. അടുത്തത് എന്നിട്ട് ഈ സമാധാനത്തോടു കൂടെ നമ്മൾ ഒന്നായി തീർന്നവരാണ്. അടുത്തത് എന്നിട്ട് നന്ദി ഉണ്ടാകണം, ഒന്നായി ചേർത്തത് കൊണ്ട്. എന്നിട്ട് വേണം ആരാധനയ്ക്ക് വരാൻ. ഹലോ,
നന്ദിയോടെ. നീ ആ ഒരു കാര്യം ചോദിക്കട്ടെ, ഇതെല്ലാം നമ്മൾ ആദ്യം ചെയ്യും, മറ്റതൊന്നും ചെയ്തുമില്ല. അതുകൊണ്ടെന്താ? നമ്മളിൽ ദൈവപ്രവൃത്തി കാണുന്നില്ല. ഞാനിവിടെ നിർത്തിയിട്ട് ഇങ്ങനെ അവസാനം ഒരൊറ്റ വാദം പറയാം. നമ്മിൽ ദൈവപ്രവൃത്തി കാണണമെന്നുണ്ട് എങ്കിൽ കൊലോസ്യ ലേഖനത്തിൽ പൗലോസ് സഭയോട് താക്കീത് ചെയ്ത് പറയുന്ന കാര്യങ്ങൾ എണ്ണമിട്ട് പാലിക്കുവാൻ ബാധ്യസ്ഥരാണ് എന്ന് മനസ്സിലാക്കണം. ഇനി ഒരു നിമിഷം കണ്ണുകളൊക്കെ പ്രാർത്ഥിക്കാം. എല്ലാവരും കണ്ണുകടച്ച ഒരു നിമിഷം എഴുന്നേറ്റ് നിൽക്കണമെങ്കിൽ പ്ലീസ് എല്ലാവരും ഇരുന്ന് മടുത്ത് കാണുമല്ലോ, ഒരു നിമിഷം എഴുന്നേറ്റ് നിന്നാട്ടെ എല്ലാ പ്രിയപ്പെട്ടവരും. ഇന്ന് എനിക്ക് ദൈവത്തിന്റെ ഒരു അനുഭവം ആവശ്യമുണ്ട് എന്ന് ആഗ്രഹിക്കുന്നവരാണ്. കർത്താവ്, ഈ വചനങ്ങളെ ഞാൻ കേട്ടു, എന്നിലുള്ള ചില കാര്യങ്ങളെ കണ്ടുണരുവാൻ ദൈവം എന്നെ സഹായിച്ചു, എനിക്കൊരു മാറ്റം ആവശ്യമാണ് എന്ന് താല്പര്യമുള്ളവർ മാത്രം ഹൃദയം തുറന്ന് ദൈവത്തോട് പ്രാർത്ഥിച്ചാട്ടെ. ഈ ഒരു പ്രാർത്ഥനയിൽ ദൈവം ചിലതിനെ മാറ്റും, ചില കെട്ടുകളെ ദൈവം പൊട്ടിക്കും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ചില ഒരിക്കലും മാറാത്തതിനെ വലിച്ചു മാറ്റുവാൻ ദൈവത്തിന്റെ കരം പ്രവർത്തിക്കുമെന്ന് ഇന്ന് ബാഹ്യവോളിൽ ഞാൻ വിശ്വസിക്കുന്നു. ദൈവത്തിന് അസാധ്യമായ കാര്യങ്ങളൊന്നുമില്ല എന്ന് ഇന്ന് രാത്രിയിൽ ഞാൻ വിശ്വസിക്കുന്നു. എത്ര പേര് എന്നോട് ചേർന്ന് വിശ്വസിക്കുന്നുണ്ട്? അങ്ങനെ വിശ്വസിക്കുന്നവർ മാത്രം ഉള്ളു തുറന്നൊന്ന് പ്രാർത്ഥിച്ചാട്ടെ. കർത്താവ്, ഇത് കേവലം കേൾവിയാൽ മാഞ്ഞു പോകാതെ എന്റെ ജീവിതത്തിലേക്ക്, എന്റെ അകത്തേക്കൊന്ന് ഇറങ്ങണമേ എന്ന് ആത്മാവിൽ ഒന്ന് പ്രാർത്ഥിച്ചാട്ടെ. അല്പസമയം ദൈവത്തോടൊന്ന് സംസാരിച്ചാട്ടെ. എന്റെ ജീവിതത്തിൽ ഒരു മാറ്റം ആവശ്യമുണ്ട്, എന്റെ കുടുംബത്തിൽ ഒരു മാറ്റം ആവശ്യമുണ്ട്, എന്റെ ജീവിത ശൈലിയിൽ ഒരു മാറ്റം ആവശ്യമുണ്ട്. കാരണം എനിക്ക് യേശുവിനെ പോലെ യേശുവിന്റെ നാമത്തിൽ ആവശ്യങ്ങളുടെ മധ്യത്തിൽ ഭാരപ്പെടുന്നവർ വിളിച്ചു പറഞ്ഞാട്ടെ, എനിക്ക് വേണ്ടി കരുതുന്ന ഒരു ദൈവമുണ്ട്, എന്റെ എല്ലാ അവസ്ഥകളും കാണുന്ന ഒരു ദൈവമുണ്ട്, എന്റെ കടഭാരത്തെ മാറ്റുന്ന ഒരു ദൈവമുണ്ട്. അപ്പം തൻ കുഞ്ഞിനെ മറന്നാലും എന്നെ മറക്കാത്തൊരു ദൈവമുണ്ട്. ഒരു വിടുതൽ ദൈവാത്മാവ് നൽകട്ടെ. ഉള്ളം തുറന്നൊന്ന് പ്രാർത്ഥിച്ചാട്ടെ. പിതാവേ, യേശു കർത്താവിന്റെ നാമത്തിൽ അങ്ങയുടെ സഭയെ ഞാൻ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. കേവലം കേൾവിക്കാരായി വന്നവരല്ല കർത്താവേ, വചനത്തിൽ അധിഷ്ഠിതമായ ജീവിതം നയിക്കേണ്ടതിന് ദൈവം തിരഞ്ഞെടുത്ത ഒരു പറ്റം പടയാളികൾക്കായി ഞാൻ ദൈവത്തെ വാഴ്ത്തുകയാണ്. ഇവരുടെ ഉള്ളിൽ ദൈവത്തിന്റെ ആത്മാവ് പകർന്നിരിക്കുന്ന ദൈവത്തിന്റെ ഉയർപ്പിന്റെ ശക്തിയുടെ വെളിച്ചം, അതിന്റെ ആഴം, അതിന്റെ വലിപ്പം ഈ ദിവസങ്ങളിൽ ഇവരിലൂടെ വെളിയിൽ വരട്ടെ കർത്താവേ. ഇവരുടെ ദേശത്ത് നിന്ന്, ഇവരുടെ കുടുംബത്തിൽ നിന്ന് മാറാത്ത ചിലത് ഇവരുടെ ജീവിതത്തിലൂടെ ദൈവശക്തിയാൽ മാറി പോകട്ടെ. In the name of Jesus. ദൈവത്തിന്റെ കരം ചലിച്ചതിനായി സ്തോത്രം. ദൈവസഭയെ അനുഗ്രഹിച്ചതിനായി സ്തോത്രം. ദൈവമേ, അങ്ങ് പറയുന്ന കാര്യങ്ങളിൽ മനസ്സ് വെച്ച് ഞങ്ങൾ മുൻതൂക്കം കൊടുത്ത് യാത്ര ചെയ്യുവാൻ ദൈവം ഞങ്ങളെ സഹായിക്കണമേ എന്ന് ഞങ്ങൾ അങ്ങയോട് പ്രാർത്ഥിക്കുന്നു കർത്താവേ. ദൈവത്തിന്റെ അനുഗ്രഹം കൂടെ ഇതിനായി സ്തോത്രം. യേശു കർത്താവിൻ നാമത്തിൽ തന്നെ. ഇങ്ങനെ നല്ലൊരു ബൈബിൾ സ്റ്റഡി, അതുപോലെ തന്നെ 1-2 സൺഡേ അനുവദിച്ചു തന്ന കർത്താവിന്റെ ദാസൻ കുടുംബം സഭയ്ക്ക് നന്ദി അറിയിക്കുന്നു. ഞങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കണം. എന്നെ ഭാര്യ, 2 കുഞ്ഞുങ്ങൾ, മഹാരാഷ്ട്ര കോലാപൂർ, അതിനുവേണ്ടി പ്രാർത്ഥിക്കണം. ദൈവം നിങ്ങൾ ധാരാളമായി അനുഗ്രഹിക്കട്ടെ, സഭയെ വളർത്തട്ടെ, ഒരു മഹാസൈന്യമായി ഈ ദേശത്ത് നിങ്ങൾ തീരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഗോഡ് ബ്ലസ് യു. ആമേൻ. നമ്മുടെ കണ്ണുകളെ അടയ്ക്കാം, നമുക്ക് പ്രാർത്ഥിക്കാം. കഴിഞ്ഞ 3 ദിവസവും വൈകിട്ട് കർത്താവിന്റെ ദാസനിലൂടെ നമ്മൾ കേട്ട നല്ല ആലോചനകൾക്കായി